പാരീസിലെ രണ്ടാം ദിവസം ആദ്യമെത്തിയത് മുംബൈയിലെ ഇന്ത്യ ഗേറ്റിനെ അനുസ്മരിപ്പിക്കുന്ന ആർക്ക് ഡി ട്രൊയംഫിലേക്കാണ്. നെപ്പോളിയൻ തന്റെ യുദ്ധവിജയങ്ങളുടെ സ്മാരകമായി നിർമ്മിച്ചതാണ് ഇത്. ഫ്രഞ്ച് വിപ്ലവത്തിലും നെപ്പോളിയന്റെ പോരാട്ടങ്ങളിലും പൊരുതി മരിച്ചവരോടുള്ള ആദരവായാണ് ഈ സ്മാരകം സ്ഥാപിച്ചിരിക്കുന്നത്. നെപ്പോളിയൻ തന്റെ ജന്മദിനമായ 1806 ആഗസ്റ്റ് 15 ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം 1836 നിർമ്മാണം പൂർത്തിയായത്. അപ്പോഴേക്കും നെപ്പോളിയൻ മരിച്ച് 15 വർഷം കഴിഞ്ഞിരുന്നു. പാരീസ് നഗരത്തിന്റെ സുന്ദര കാഴ്ചകൾ ഉച്ചവരെ ബസ്സിലിരുന്ന് കാണുകയായിരുന്നു. ഞങ്ങളുടെ ഗൈഡായി പാരീസിൽ താമസക്കാരനായ പോണ്ടിച്ചേരിക്കാരൻ ഷെന്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായ മലയാളം രസികത്വം നിറഞ്ഞ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കാഴ്ചക്കപ്പുറത്തുള്ള രസം പകർന്നു. ഇത് വന്നിട്ട് ഒരു റെസ്റ്റോറന്റിന്റെ പേര് എന്താണ്? ഫുക്കെ എന്ന് പറയണം. ഓക്കെ, FOUQUET. ടി സൈലന്റ്, ടി പ്രൊനൗൺസ് ചെയ്തത്, പിന്നെ അതൊരു ബാഡ് വേർഡ് ഔട്ടാവും. ഷോൺസലീസിലെ ഇറ്റ് വാസ് ദ പ്ലേസ് വേർ ദ ഫിലിം ഫെസ്റ്റിവൽ യൂസ് ടു ടേക്ക് പ്ലേസ്. അപ്പോ ഹോളിവുഡ് സ്റ്റാർസ് ഒക്കെ ഈ റെസ്റ്റോറന്റിൽ കഴിക്കാൻ വരും. പക്ഷെ പിന്നെ ഈ ഫിലിം ഫെസ്റ്റിവൽ വന്നിട്ട് ക്യാനിലേക്ക് മാറിയിട്ടുണ്ട്. ക്യാൻ അറിയാവോ? ക്യാൻ എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഫ്രാൻസിലുണ്ട്. അവിടെ ഫിലിം ഫെസ്റ്റിവൽ മാറിയിട്ടുണ്ട്. So now coming up on the right hand side, the second hotel is called the Four Seasons George V. പാരീസിലെ ഏറ്റവും റിച്ച് ആയിട്ട് ഭംഗിയായിട്ടുള്ള ഒരു 5-star പാലസ് നോട്ട ഹോട്ടൽ എന്ന് വെച്ചാൽ ഇതാണ് ഫോർ സീസൺ. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. ഇതില് 700 മുറികൾ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ക്ലയൻസിക്ക് നല്ല സ്പേഷ്യസ് റൂംസ് വേണമെന്ന് വെച്ചിട്ട് മുറികളൊക്കെ 350 മുറികളായി. എല്ലാം സ്വീറ്റ് റൂംസ് ആകുമ്പോൾ അവർക്ക് 2 റൂംസ് ഉണ്ടാവും. സോ 1 ഫോർ ലിവിങ്, 1 ഫോർ സ്ലീപ്പിംഗ് എന്ന രീതിയിൽ. ഇവര് ചെക്ക് ഇൻ ചെയ്യുന്ന ക്ലയൻസ് ഒക്കെ ഹോട്ടലിൽ നിന്ന് പുറത്ത് വരില്ല. എന്തെന്ന് വെച്ചാൽ ഈ ഹോട്ടലിലുള്ള ഫെസിലിറ്റീസ് തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടില്ല. സോ അവർ മിക്കവാറും പുറത്ത് വരില്ല. ഈ ഹോട്ടലിലാണോ ഈ ഒളിമ്പിക്സ് നടന്നല്ലേ പാരീസിലെ, ആ സമയത്തിലെ അംബാനി ഫാമിലി ഇവിടെയാണോ താമസിച്ചത്. Okay, now on the right hand side you can see a church. This church is called the American Cathedral. ഈ cathedral വന്നിട്ട് they are celebrating their 100th anniversary. അപ്പോൾ 100 വർഷത്തിന് മുൻപ് തന്നെ ഇവിടെ അമേരിക്കൻസിന് വേണ്ടി ചർച്ച് വന്നിട്ടുണ്ട്. So this is for the American Catholics. പിന്നെ റിവറിന്റെ അപ്പുറത്ത് പ്രൊട്ടസ്റ്റന്റ്സ്ക്ക് വേണ്ടി ഒരു ചർച്ച് ഉണ്ട്. നമ്മൾ ഇപ്പോ ഇത് കോർണറിലേക്ക് എത്താൻ പോകുന്നു. ഈ കോർണറിലെ റൈറ്റ് ഹാൻഡ് സൈഡില് ഒരു ഗോൾഡൻ കളറിൽ ഒരു ഫ്ലെയിം ഉണ്ടാവും, ഒരു മോണുമെന്റ് ഗോൾഡില്. അത് വന്നിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കയ്യിലെ ടോർച്ചുണ്ടല്ലോ, ആ ടോർച്ചിലുള്ള ഫ്ലെയിമിന്റെ സെയിം സൈസാ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി വന്നിട്ട് ഫ്രഞ്ച് ആൾക്കാർ ഫ്രഞ്ച് വാർത്തോൾഡിനെ പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് സ്കൾപ്റ്റർ ചെയ്തിട്ട് അമേരിക്കൻസ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അമേരിക്കൻസും ഫ്രഞ്ചും ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്തത്. അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാറിന്
ഫ്രഞ്ച് ആണോ ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേയുടെ 100th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇത് വന്നിട്ട് പാരീസ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. പിന്നെ നമ്മളിപ്പോൾ ഓപ്പോസിറ്റിലുള്ള ബ്രിഡ്ജിലേക്ക് കയറാൻ പോകുന്നു. അതിൻ്റെ മുൻപായിട്ട് താഴെ ഒരു ടണൽ ഉണ്ട്. ഈ ടണലിലാണ് ലേഡി ഡയനയുടെ ആക്സിഡൻറ്റ് പറ്റിച്ചത്. ലേഡി ഡയനയുടെ കാറ് ലെഫ്റ്റിൽ ഒരു ടണൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് കയറിയപ്പോഴേ അവിടെ ഈ ടണലില് വേറെ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ വിചാരിച്ചപ്പോഴേ ഡ്രൈവർക്ക് കൺട്രോൾ പോയി. അപ്പോൾ പുള്ളി വന്നിട്ട് ആ 13th പില്ലറിൽ ഇടിച്ചിട്ട് ഇങ്ങോട്ട് ഈ ഫ്ലെയിമിൻ്റെ താഴെ പുറത്ത് വന്നു. അങ്ങനെയാണോ ആക്സിഡൻറ്റ് പറ്റിച്ചത്. ഇപ്പൊ നമുക്ക് ഒരു റിവറിന്റെ മുകളിൽ പോവുക. ഈ റിവറിന്റെ പേരാണോ സെയിന്റ് റിവർ. ഓക്കെ, നമുക്കിപ്പോ റൈറ്റ് ഹാൻഡ് സൈഡില് ലീനിങ് ടവർ ഓഫ് പീസനെ കാണാൻ പറ്റും. എന്താ ജലീൽ അതാരാ ഈഫൽ ടവർ എന്ന് പറഞ്ഞത്? പുള്ളിക്ക് മാത്രം ലഞ്ച് ഉണ്ട് കേട്ടോ, ബാക്കിയെല്ലാം ഉറങ്ങുവാണ്. അപ്പോ ഇത് വന്നിട്ട് ലീനിങ് ടവർ എന്ന് പറയുമ്പോൾ ഇല്ല ഇത് ഐഫൽ ടവർ എന്നാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇപ്പോൾ അത് ഐഫൽ ടവറിനെ കുറിച്ച് പിന്നെ പറയാം. പിന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ജസ്റ്റ് ഓപ്പോസിറ്റിലുള്ളത് ഒരു 5 ഗിൽഡഡ് ഡോംസ്. ഇത് കാണുമ്പോഴേ ഇത് വന്നിട്ട് ഒരു മോസ്ക് പോലെ കാണും, പക്ഷെ ഇത് വന്നിട്ട് ഒരു ചർച്ച്. അതിൻ്റെ മുകളിലെ ക്രോസസ് ഉണ്ടല്ലോ, അത് വന്നിട്ട് ഇത് ചർച്ചിനെ നമുക്ക് പ്രതീക്ഷിച്ചു കൊടുക്കണം. സോ ഇത് എന്തിനാ ഇങ്ങനെയെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ബിസന്റൈൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയും. അതായത് ഇസ്ലാം ആർക്കിടെക്ചർ വന്നിട്ട് ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ റോമൻ, ബിസന്റൈൻ ആൻഡ് പേർഷ്യൻ ആർക്കിടെക്ചർ. ബിസോൺസ് എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ വന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് വന്നിട്ട് ഓട്ടോമൻ എംപയർ ആയി. പിന്നെ നൗ ഇറ്റ് ഇസ് കോൾഡ് ടർക്കി. സോ അവർക്ക് അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇൻഫ്ലുവൻസ് വന്നിട്ട് ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ ഉണ്ട്. അവരുടെ ഇൻഫ്ലുവൻസ് വന്നിട്ട് റഷ്യയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് റഷ്യൻ ക്രിസ്ത്യൻസ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചർച്ച, ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഒരു ചർച്ച. നമുക്കിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഒരു ചെറിയ ഒരു ബിൽഡിങ്ങിനെ കാണാം. റസ്റ്റഡ് ബിൽഡിംഗ് പോലെ ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡില്. ഇത് വന്നിട്ട് ഒരു മ്യൂസിയമാണ്. പാരീസ് വന്നിട്ട് ഒരു ചെറിയ സിറ്റിയാണ്. പാരീസിന്റെ സൈസ് വന്നിട്ട് 105 കിലോമീറ്റർ ഏരിയവാണ് പാരീസിന്റെ ഏരിയ. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യണം, നമുക്ക് മുൻപിലേക്ക് പോകുമ്പോഴേ നല്ലോണം കാണാം. അതിൽ 100 മ്യൂസിയംസ് ഉണ്ട് കേട്ടോ. 100 മ്യൂസിയംസ് പാരീസിലുണ്ട്. അതിൽ ഇത് ഒരു മ്യൂസിയം, പ്ലീസ്, ഈ മ്യൂസിയം വന്നിട്ട് സൂവേജിന് വേണ്ടി ഒരു മ്യൂസിയമാണ്. അത് ഇവിടെ എല്ലാവർക്കും ഒരു മ്യൂസിയം ഉണ്ട്. ഈ മ്യൂസിയത്തിലാണോ സാമ്പിൾ എടുത്തു പാൻഡമിക് സമയത്ത് ഇതിലെ സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് ഇറ്റ് വാസ് ടെസ്റ്റഡ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ദ കൊറോണ ഡിസീസ്. സോ അവർ മിലിറ്ററി അക്കാഡമി വാസ് ബിൽഡ് ബൈ കിങ് ലൂയിസ് the 15th. Louis XV built this military academy upon the advice of his mistress. And the mistress Rajak advised ചെയ്യാൻ പറ്റുമോ? Yes, it was possible. 18th century is called the century of women and century of enlightenment. So even women can advise the king, and upon the advice of his mistress, King Louis XV built this military academy. And Napoleon Bonaparte ഈ military academy നിന്നാണോ പാസ്സായത്. ഇപ്പോഴും ഈ മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് ഒരുപാട് ഫ്രഞ്ച് ഓഫീസേഴ്സ് പാസ്സാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു വലിയ മോണുമെന്റ് നമുക്ക് കാണാൻ പോകുന്നു. ഈ മോണുമെന്റിന്റെ പേര് വന്നിട്ട് ഇൻവാലിഡ്സ്. അതിന്റെ മുകളിലെ ഒരു ഗോൾഡൻ കളർ ഡോം ഉണ്ട്. And this dome is called, it has got 12.5 kilograms of 22 karat gold. അതിൻ്റെ നേരെ താഴെ
നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ സമാധി. ഓക്കെ, ഈ മോണുമെന്റ് എന്തിനാ ഇൻവാലിഡ്സ് എന്ന് പറയുന്ന വെച്ചാൽ ഇത് കെട്ടിയായിരുന്നു. അപ്പോ ഒരുപാട് സോൾജേഴ്സിനെ ഇൻവാലിഡേറ്റഡ് ആയി. ഈ ഇൻവാലിഡേറ്റഡ് സോൾജേഴ്സിന് വേണ്ടിയാണോ ഇത് കെട്ടിയത്, അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഇൻവാലിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കണം. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോഴേ രണ്ട് സൈഡില് രണ്ട് റോ ഓഫ് ട്രീസ് ഉണ്ട്, അത് കാണുന്നുണ്ടാവും. അതിന്റെ അവസാനം ഒരു വൈറ്റ് കളർ സ്റ്റാച്ചു ഉണ്ട്. ഈ രണ്ട് റോ ഓഫ് ട്രീസും ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഇതിന്റെ പേരാണോ പെർസ്പെക്റ്റീവ്. പെർസ്പെക്റ്റീവ് ഞാൻ ഒരു എക്സാമ്പിൾ കൊടുക്കാം. നമ്മുടെ റെയിൽവേ ട്രാക്ക് പോലെ. റെയിൽവേ ട്രാക്ക് എങ്ങനെ ഉണ്ടാവും? റെയിൽവേ ട്രാക്ക് എപ്പോഴും പാരലൽ ആയിട്ട് ഉണ്ടാവും, പക്ഷെ കാണുമ്പോഴേ രണ്ടും ഒന്നുകൂടി വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അത് വന്നിട്ട് ഒരു മായ, അതിന്റെ പേരാണ് പെർസ്പെക്റ്റീവ്. ഈ രണ്ട് ട്രാക്ക് ഒന്ന് ചേരുമോ? അറ്റ് വൺ പോയിന്റ് ഇറ്റ് വിൽ വാനിഷ്. അതിന്റെ പേരാണ് വാനിഷിംഗ് പോയിന്റ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്റെ സോൾജേഴ്സിനെ ഹോണർ ചെയ്യാനായിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തു. ഇംഗ്ലീഷിൽ നൈറ്റ്സ് എന്ന് പറയുമല്ലേ, അതുപോലെ ഹോണർ ചെയ്യാൻ ഒരു ടൈറ്റിൽ കൊടുത്തു. ആ ടൈറ്റിലിന്റെ പേര് ഷെവാലിയെ. ഷെവാൽ എന്ന് വെച്ചാൽ ഹോർസ്. ആ ടൈറ്റിലിന്റെ പേര് ഷെവാലിയെ. പിന്നെ അത് സിവിലിയൻ അവാർഡ്സ് ആയി. പിന്നെ ശിവാജി ഗണേശനാണ് ആദ്യത്തെ ഇന്ത്യന് ഇങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയത്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡില് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ വലിയ ബിൽഡിങ്ങിന്റെ പേരാണ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മ്യൂസിയം ഇൻ പാരീസ്. ഇതിന്റെ പേര് ഓർസേ മ്യൂസിയം. ഓർസേ മ്യൂസിയം ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് കെട്ടിയതാ. പിന്നെ ഇത് വന്നിട്ട് മ്യൂസിയം ആയി. മ്യൂസിയം വെച്ചാൽ ഇത് വന്നിട്ട് ഇംപ്രഷനിസ്റ്റ് പെയിന്റേഴ്സ്ക്ക് വേണ്ടി ഇത് വന്നിട്ട് ഒരു മ്യൂസിയം ആയി. ഇംപ്രഷനിസ്റ്റ് പെയിന്റേഴ്സ് എന്ന് വെച്ചാൽ അവർ വന്നിട്ട് ട്രെയിൻ എടുത്തിട്ട് അവർ നേച്ചറിനെ ക്യാപ്ചർ ചെയ്യും. ദ ഇംപ്രഷൻസ് ഓഫ് ദ പാസിംഗ് ലൈറ്റ് അവർ ക്യാപ്ചർ ചെയ്യും. സോ അതാണോ 19th സെഞ്ചുറിയിലെ വെരി ഫേമസ് ആർട്ടിന്റെ പേര് ഇംപ്രഷനിസ്റ്റ് പെയിന്റേഴ്സ്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ലോകത്ത് ഏറ്റവും വലിയ മ്യൂസിയമിനെ കാണാൻ പറ്റും. ഈ മ്യൂസിയത്തിന്റെ പേര് ലൂവ്ര് മ്യൂസിയം. ലൂവ്ര് മ്യൂസിയമില് മൂന്നെണ്ണം കാണാനുണ്ട്. ആദ്യമായിട്ട് കാണേണ്ടത് മോസ്റ്റ് പോപ്പുലർ പെയിന്റിംഗ് ഓഫ് മോണാലിസ. മോണാലിസ അല്ലാതെ രണ്ട് സ്റ്റാച്യൂസ് ഉണ്ട്. ഈ രണ്ട് സ്റ്റാച്യൂസും എന്തിനാ ഫേമസ് എന്ന് വെച്ചാൽ ദീസ് ടു ആർ ഒറിജിനൽ ഗ്രീക്ക് സ്റ്റാച്യൂസ്. അതിന്റെ പേര് വിങ്ഡ് വിക്ടറി ഓഫ് സമോത്രാസ് ആൻഡ് ദ വീനസ് ഓഫ് മൈലോ. ഈ രണ്ട് ഗ്രീക്ക് സ്റ്റാച്യു വളരെ ഫേമസ്. എന്തെന്ന് വെച്ചാൽ ഗ്രീക്ക് സ്റ്റാച്യൂസിനെ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ അവർ ആർക്കിയോളജിക്കൽ സ്റ്റഡീസിൽ ഇത് കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് എല്ലാം ഡിഫറെൻറ്റ് പീസസ് ഒന്ന് ചേർത്ത് സ്റ്റാച്ചു ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ആർ വെരി ഫേമസ്. ഇപ്പം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാൻ പോകുന്ന ഒരു ബ്രിഡ്ജ്, ഒരു മെറ്റാലിക് ബ്രിഡ്ജ്. ഈ മെറ്റാലിക് ബ്രിഡ്ജിന്റെ പേര് ബോന്തേസാർ ഓർ ദ ലവേഴ്സ് ബ്രിഡ്ജ്. Lovers from all over the world, they come to Paris, they lock their loves onto this bridge and they go living happily for the rest of their life in what? Peace. In love. Some people say in jail. പക്ഷേ പാരീസിലെ ഇവിടെ ഈ പ്രാക്ടീസ് ചെയ്യാറില്ല. അതുകൊണ്ടാണോ നമുക്കറിഞ്ഞൂടാ 50% of the marriages in Paris end up in a divorce. However, divorce is considered as a freedom for women. Marriage is considered as a loss of freedom for men. Divorce is considered as a freedom for women. എനിക്ക് അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. പക്ഷെ ഇവരൊക്കെ കോർട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വിക്ടറി കിട്ടി. അതുകൊണ്ടാണ് ഇവർ ഇന്നും ഇരിക്കുന്നത്.
ഇത് വന്നിട്ട് അവരുടെ ഒരു പാഷനാണ്. അവർ വന്നിട്ട് പേരൻസ് ടു ചിൽഡ്രൻ ആയിട്ട് ഇത് ട്രാൻസ്ഫോം ചെയ്യും. അവർക്ക് വേറെ ഒരു ജോലിയുണ്ട്, അവർക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്തിൽ ഇവിടെ വന്നിട്ട് ഈ ഹെറിറ്റേജിനെ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഈ ബസ്സിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ബസ് എടുക്കുന്നില്ലേ, പബ്ലിക് ബസ്, അതിന്റെ അടുത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജിന്റെ പേരാണ് ന്യൂ ബ്രിഡ്ജ്. ന്യൂ ബ്രിഡ്ജ് എന്ന് വെച്ചാലും ഇതാണ് ഓൾഡസ്റ്റ് ബ്രിഡ്ജ് ഇൻ പാരീസ്. പിന്നെ എന്തിനാണ് ന്യൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത്? ആദ്യം ബ്രിഡ്ജസ് ഒക്കെ മരത്തിലാ ചെയ്തത്. അപ്പോ മരത്തിൽ ചെയ്തപ്പോഴേ മരത്തിന്റെ ബ്രിഡ്ജിന്റെ മോഡില് ഹൗസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗസസ് ആകുമ്പോഴേ വേഗം കത്തിക്കും. അപ്പോൾ ഒരു സ്റ്റഡി ബ്രിഡ്ജ് വേണമെന്ന രീതിയിലാണോ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ഈ ബ്രിഡ്ജ് വന്നിട്ട് ആദ്യത്തെ ബ്രിഡ്ജ് സ്റ്റോൺ കൊണ്ട് ചെയ്തു. ഇപ്പോൾ പാരീസിന് പറയുന്നത് 3 ഐലൻഡ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ 2 ഐലൻഡ് മാത്രമേ ഉണ്ട്. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ റിവറിന്റെ മോഡിൽ ഇരിക്കുന്നതാണോ ലാർജസ്റ്റ് ഐലൻഡ്. ഇവിടെയാണോ രാജാക്കളുടെ താമസം. ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡില് 3 കോണിക്കൽ ടവേഴ്സ് ഉണ്ടല്ലോ, പിന്നെ ഒരു സ്ക്വയർ ടവർ. ഇതാണോ പാലസ്. പാലസിന്റെ നടുക്ക് ഒരു സ്പയർ ഉണ്ടല്ലോ, അത് വന്നിട്ട് ചാപ്പലിന്റെ സ്പയർ. അത് വന്നിട്ട് പാലസിന്റെ അറ്റാച്ച് ആയിട്ടുള്ളതുണ്ട്, അതിന്റെ പേര് പാലറ്റൈൻ ചാപ്പൽ. ഈ കോണിക്കൽ ടവേഴ്സ് കാണുമ്പോഴേ നിങ്ങൾക്ക് ഈ ഗൾഫിലുള്ള ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിനെ നമുക്ക് ഓർമ്മ വരും. സോ ഇത് വന്നിട്ട് ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഇൻഫ്ലുവൻസ്. എന്തെന്ന് വെച്ചാൽ 12th and 13th സെഞ്ചുറിയില് ഒരു സീരീസ് ഓഫ് വാർസ് നടന്നു. അതിന്റെ പേരാണ് ക്രൂസേഡ്സ്. അപ്പോ അവിടെ അതായത് ഇവിടെയുള്ള യൂറോപ്യൻ കിങ്സ് വന്നിട്ട് പോപ്പിന് ഫേവറിൽ എടുക്കുന്നതെന്ന് വെച്ചിട്ടാണോ അവർ ഈ ക്രൂസേഡ്സിൽ പോയത്. അപ്പോ ക്രൂസേഡ്സിൽ പോയപ്പോഴേ അവിടെ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ നല്ലോണം ഒരു ഡിഫറൻസ് ആർക്കിടെക്ചർ വെച്ചിട്ടാണോ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഈ ആർക്കിടെക്ചർ കൊണ്ടുവന്നു. അപ്പോൾ ഈ ആർക്കിടെക്ചർ വന്നിട്ട് അതായത് ആ പ്രൊജക്ഷൻസ് ഉണ്ടല്ലോ, ബേസ് വാളിരുന്ന് പ്രൊജക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രത്തോളം എനിമീസ് അടുത്ത് വരിക. അപ്പോൾ നമ്മുടെ കാനൺസ് വന്നിട്ട് എളുപ്പം എനിമീസിനെ അറ്റാക്ക് ചെയ്യും. എനിമീസിന്റെ കാനൺ ബോൾസ് വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മുൻപായിട്ട് നമ്മുടെ കാനൺ ബോൾസ് അവിടെ എത്തും. അതാണ് ഇതിന്റെ ആർക്കിടെക്ചർ. അത് വന്നിട്ട് യൂറോപ്പിലെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ 4ാമത്തെ ഇത് വന്നിട്ട് ഒരു സ്ക്വയർ പോലെ ഉണ്ടല്ലോ, ഇപ്പൊ നല്ലൊരു വ്യൂ കിട്ടും. 4ാമത്തെ ഇത് പില്ലർ വന്നിട്ട് ഇത് ടവർ വന്നിട്ട് സ്ക്വയർ പോലെ. അതിന്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പ്രിസൺ ഉണ്ട്, അതിന്റെ പേരാണ് കോൺസിയർഷറി പ്രിസൺ. ഈ കോൺസിയർഷറി പ്രിസണിലാണോ മാരി ആന്റോണറ്റ് അവസാനം ഇവിടെയാണോ പ്രിസണറായിട്ട് ഇരുന്നു. സോ മാരി ആന്റോണറ്റ് ഇവിടെ നിന്ന് കോൺകോർഡ് വരെ ഇവിടെ നിന്ന് കാർട്ടിൽ കൊണ്ടുപോയി. ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫ്ലവർ മാർക്കറ്റ് ഉണ്ട്. ഈ ഫ്ലവർ മാർക്കറ്റ് ആണ് ഓൾഡസ്റ്റ് ഫ്ലവർ മാർക്കറ്റ്. ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ പാലസിന്റെ എൻട്രൻസ് കാണാൻ പറ്റും. ഈ പാലസിന്റെ എൻട്രൻസ് ഇപ്പൊ ഈ പാലസ് ആണോ ട്രിബ്യൂണൽ ഓഫ് പാരീസ് ആയി. പിന്നെ ഇത് പഴയ ബിൽഡിംഗ് ആയതൊട്ട് പുതിയ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ് ചർച്ച് ഓഫ് നോത്രഡാം. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കാണാൻ പറ്റും. ഇതിലെ എൻട്രൻസസ് ഉണ്ട്, 3 എൻട്രൻസസും വേറെ സ്റ്റൈലുണ്ട്. അതായത് 12th and 13th സെഞ്ചുറിയില് ഇവിടെ ഒരുപാട് പോപ്പുലേഷൻസ് ഇൻക്രീസ് ആയി. അതായത് ഇതിന്ന് വില്ലേജസ് നിന്ന് പാരീസ് സിറ്റിയിലേക്ക് വന്നു. അപ്പോ അവർക്ക് നല്ല വൈഡായിട്ടുള്ള ഒരു ചർച്ചിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം ഇവിടെയുള്ള 2 ചർച്ചസിന്റെ എൻട്രൻസും ചേർത്തിട്ട് ഒരു വലിയ ചർച്ച് ഉണ്ടാക്കി, പുതിയ ഒരെണ്ണം മാത്രം എൻട്രൻസ് ചെയ്തു. ആ എൻട്രൻസസിന്റെ മോഡില് 28 സ്റ്റാച്യൂസിനെ കാണാൻ പറ്റും. ഈ 28 സ്റ്റാച്യൂസ് ഇത് വന്നിട്ട് ജുഡയിസം, ക്രിസ്ത്യാനിറ്റി, പിന്നെ ഇസ്ലാം, ഇത് 3ഉം ഒരേ ഒറിജിൻ ഉള്ളതാണ്. അപ്പോ ഈ 28 ജൂഡ കിങ്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാച്യൂസ് ആണ്. പക്ഷെ ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്ത് ഇവിടെ ഈ സ്റ്റാച്യൂസ് വന്നിട്ട്
ഫ്രഞ്ച് കിങ്സ് സ്റ്റാച്യൂസിനെ വിചാരിച്ചിട്ട് ഈ സ്റ്റാച്യൂസിന്റെ തലകളൊക്കെ വെട്ടി. പക്ഷേ പിന്നെ ഒരു 19th സെഞ്ച്വറിയിലെ റെനോവേഷൻ ഉണ്ടായപ്പോഴേ ആ സ്റ്റാച്യൂസിന്റെ തലകളൊക്കെ തിരിച്ച് വെച്ചു. പിന്നെ 2019 വീണ്ടും ഈ ചർച്ചിനെ റെനോവേറ്റ് ചെയ്ത് ആ ചർച്ചിനെ റെനോവേറ്റ് ചെയ്യുമ്പോഴേ ഒരു ഫയർ ആക്സിഡന്റ് പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫയർ ആക്സിഡന്റ് നടന്നപ്പോഴേ ഇതിന്റെ സ്പയർ താഴെ വീഴുന്നു. അപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് അനൗൺസ് ചെയ്തു 2024 ഈ ചർച്ച് വീണ്ടും പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി അറബ് വേൾഡ്. അതായത് 7th to the 16th century ഈ അറബ്സ് ആണ് അവർ ഇസ്ലാമിക് സിവിലൈസേഷൻ ആണ് വളരെ ഡോമിനൻ്റ് ആയി ഇരിക്കുന്നത്. 7th centuryയിൽ ഇസ്ലാമിക് സിവിലൈസേഷനിൽ ഒമയാദിനുണ്ടായിരുന്നു. അവരാണ് മാക്സിമം കോൺകർ ചെയ്തത്. അവർ സ്പെയിൻ പോർച്ചുഗൽ വരെ വന്നു. അത് കഴിഞ്ഞിട്ട് അബ്ബാസിഡ്സ് അവർ പദവിയിലേക്ക് വന്നു. അപ്പോൾ അവർ ഒരു സ്കൂൾ ഉണ്ടാക്കി ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ദി സ്കൂൾ ഓഫ് ബാഗ്ദാദ്. അവിടെ ബാബിലോൺ, ഇന്ത്യ, ഈജിപ്റ്റ് ആൻഡ് ഗ്രീസ് ഇവിടെ നിന്ന് ബുക്സ് ഒക്കെ കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ പഠിച്ചു. പിന്നെ അവർ തന്നെ പുതിയ ഒരു സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാക്കി. ആ സബ്ജക്ട്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ് ഉണ്ടാക്കിയത് ഒരു പുള്ളിയുടെ പേര് അൽ-ഖ്വാരിസ്മി. അൽ-ഖ്വാരിസ്മി റാണി മുഷറാബിയാണ് ഇതിൻ്റെ ഈ ആർക്കിടെക്ചറൽ സ്റ്റൈലിൻ്റെ പേര്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കെട്ടിയത് ഒരു ഫ്രഞ്ച് ആർക്കിടെക്ട്. പുള്ളിയുടെ പേര് ജോൺ നുവൽ വളരെ ഫേമസ് പ്രസന്റ് ഡേ ഫ്രഞ്ച് ആർക്കിടെക്റ്റ്. ഈ ജോൺ നുവൽ ആണ് അബുദാബിയിലെ ലൂവ്ർ മ്യൂസിയം ഉണ്ട്. അബുദാബിയിലെ ലൂവ്ർ മ്യൂസിയമിന്റെ ആർക്കിടെക്ചറും ഈ ജോൺ നുവൽ. പുള്ളി ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വൺ ഓഫ് ദി ഫസ്റ്റ് കൺസ്ട്രക്ഷൻസ് ഓഫ് ജോൺ നുവൽ. പിന്നെ അപ്പോൾ ഇതിലെ ഹൈറ്റ് കൂടി. പിന്നെ ആ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് വഴി കളർഫുൾ ലൈറ്റ്സ് വന്നു. അങ്ങനെയാണോ അവർ ഒരു ചർച്ച് ഇറ്റ് വാസ് മെയ്ഡ് ആസ് എ പാരഡൈസ് ഓൺ എർത്ത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഗ്രാൻഡ് പാലസിനെ കാണാം, ഈ മ്യൂസിയം ഓഫ് ഓർസേനെ കാണാം, മ്യൂസിയം ഓഫ് ലീജിയൻ ഓഫ് ഓണറിനെ കാണാം. ഓക്കെ, നമുക്കിപ്പോൾ ഈ ടണലിലേക്ക് പോകാൻ പോകുന്ന ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഗാർഡൻസ് ഉണ്ട്. ഈ ഗാർഡൻസിന്റെ പേരാണ് ട്യൂയിലറീസ് ഗാർഡൻസ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ടണലിലേക്ക് കയറുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പാലസ്. ആ പാലസിന്റെ പേര് ട്യൂയിലറീസ്. ഇത് കൺസ്ട്രക്ട് ചെയ്തത് വേറെ ഒരു മെഡിച്ചി ക്വീന. അവളുടെ പേര് കാത്തറിൻ ദ മെഡിച്ചി. അവൾക്ക് തന്റെ 3 ഡോട്ടർ ഇൻ ലോസിനെ കൂടെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഉടക്ക. അപ്പൊ തനിക്ക് വേണ്ടി ഒരു പാലസ് ഉണ്ടാക്കി. അതിന്റെ പേര് പാലസ് ഓഫ് ട്യൂയിലറീസ്. പിന്നെ അത് പൊളിച്ചു ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്ത്. അപ്പോ പക്ഷെ ഗാർഡൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഗാർഡൻസ് ഉണ്ടല്ലോ, അത് മാത്രം ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ട്രീസിന്റെ താഴെ നോക്കുമ്പോഴേ ഒരു വൈറ്റ് കളർ ഡോമ പോലെ കാണുന്നുണ്ടോ? വൈറ്റ് കളർ ഡോം ട്രീസിന്റെ താഴെ. ഇതാണോ ഒളിമ്പിക്കിന്റെ വാസ്ക്? ഇതിലാണോ? ലെഫ്റ്റില് ആ ഫൗണ്ടന്റെ അടുത്ത് അതാണ് ഒളിമ്പിക്കിന്റെ വാസ്ക് ആയിരുന്നു. ഇപ്പൊ അത് പൊളിച്ചു. ഓക്കെ, ഈ ഫൗണ്ടൻ ഈ ഗാർഡൻസിലാണ് ലക്ഷ്മി മിത്തലിന്റെ മോളിന്റെ കല്യാണം. ഇപ്പോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മുടെ റെസ്റ്റോറന്റ് ഉള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നടന്നു പോകും.
നോക്കാതിരിക്കാൻ പറ്റും, കാണാൻ പറ്റും, കാണാതിരിക്കാൻ പറ്റും. ഒളിമ്പിക്സിന് വേദിയായ ഒരു സ്റ്റേഡിയം അഴിച്ചു മാറ്റുകയാണ്. പ്രധാന നിരത്തിന് അടുത്ത് സ്ഥാപിച്ച ഈ സ്റ്റേഡിയം ഒളിമ്പിക്സിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ഇപ്പോഴത് അഴിച്ചു മാറ്റുകയും ചെയ്യുകയാണ്.